ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഊണൊക്കെ കഴിച്ചോ? അപ്പോൾ എൻ്റെ ഊണൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോസ്റ്റലായിട്ട് എനിക്ക് വന്ന ഒരു സംഭവമാണിത്. ഇതിനകത്ത് എന്താണെന്ന് നോക്കിയാലും നമുക്ക്, അപ്പോൾ ഇത് അയച്ചത് ആരാന്ന് ഞാൻ പറയാം. ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയാം. രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി, എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരു ചേച്ചിയാണ്. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവരെനിക്ക് മെസ്സേജ് ഇട്ടത്. അപ്പോൾ അവർ ബാംഗ്ലൂരാണ് ആ ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ സ്ഥിരം എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തരാൻ ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ ആ ചേച്ചി, രമ്യ ചേച്ചിയുടെ ഗിഫ്റ്റാണിത്. ഇതാ ഉച്ചയ്ക്കാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. ഇത് ഒരു ബുക്കാണ്. എന്ത് ബുക്കാന്ന് നമുക്ക് നോക്കാം. എന്ത് ബുക്കാന്ന് എനിക്കറിയാം. ഞാനത് കുഞ്ഞ് സസ്പെൻസ് ആക്കി വെക്കാം കേട്ടോ. നമുക്ക് തുറന്നിട്ട് കാണാം ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ എന്തായാലും രമ്യ ചേച്ചി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ സംഭവം. തുറക്കാൻ പോവാണേ. ഇപ്പോൾ ഭഗവത്ഗീതയാണ് രമ്യ ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. മലയാളത്തിലുള്ളതാണ്. മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ മലയാളത്തിലുള്ളത് മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് രമ്യ ചേച്ചിയുടെ ഗിഫ്റ്റാണ്. രമ്യ ചേച്ചി നാവ് വഴങ്ങില്ല. ഇസ്കോൺ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. ഇസ്കോൺ ടെമ്പിൾ ഡിവോട്ടിയാണ്. അപ്പോൾ ഇത് വൃന്ദാവനിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അത് പറഞ്ഞിരുന്നു. ഭഗവത്ഗീത, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ. ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഭഗവത്ഗീത യഥാരൂപം ആമുഖം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവതാരിക, സംസ്കൃതത്തിലുള്ള ഇതൊക്കെ ഉണ്ട് ഇതിൽ. എന്നിട്ട് അതിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. രമ്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഭഗവത്ഗീത എൻ്റെ കയ്യിലെത്തി. ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോസ് കാണുന്നതിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇങ്ങനൊരു സമ്മാനം എനിക്ക് അയച്ചു തന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും എനിക്ക് വലിയ വായനാശീലമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആകെ വായിച്ചിരുന്നത് ബാലരമയും ബാലഭൂമിയും അങ്ങനത്തെ ബുക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ തെനാലിരാമൻ എന്നുള്ള ബുക്ക് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭഗവത്ഗീത ശരിക്കും ഒരു റെഫറൻസാണ്. നമുക്ക് നിത്യജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെഫറൻസാണ് ഈ ബുക്ക് എന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ അമ്മ വായിക്കട്ടോ. എനിക്ക് അമ്മയ്ക്ക് ഇത് വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കാൻ. അപ്പോൾ അമ്മ തീർച്ചയായും വായിക്കും. താങ്ക് യു സോ മച്ച് രമ്യ ചേച്ചി. താങ്ക് യു സോ മച്ച്.